ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തൈര് കൊണ്ടിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് ഞാൻ എടുത്തേക്കുന്നത് നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നമുക്ക് തൈരെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിപ്പം സ്പൂൺ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വഴുതനങ്ങ വലുതെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കനം കുറച്ച് വട്ടത്തിലായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങയെല്ലാം ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ വരത്തക്ക രീതിയിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് എരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. അടുത്തത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിനകത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വഴുതനങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് പൊരിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിനകത്തോട്ട് കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ഇളക്കി വെച്ച തൈര് നമുക്കെടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ വഴുതനങ്ങൾ ഓരോന്നിട്ടിട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം.
ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ താളിച്ച് വെച്ചേക്കുന്നത് നമുക്കിവിടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ തൈര് കൊണ്ടിട്ടുള്ളൊരു കൂട്ടുകറി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.